من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا لا تتبعوا خطوات الشيطان فإنه يأمركم بالفحشاء والمنكر ولولا فضل الله عليكم ورحمة ما زكى منكم من أحد أبدا. പ്രിയങ്കരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിച്ച് മുസ്ലിമായി മുഅ്മിനായി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന തഖ്വയുള്ള ദാസന്മാരിൽ ഉൾപ്പെടാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടെ ജീവിച്ച് തഖ്വയോടെ ജീവിച്ച് ഏറെ ആയുർദൈർഘ്യം ലഭിച്ചുകൊണ്ട് ദീർഘായുസ് ലഭിച്ചുകൊണ്ട് കഷ്ടപ്പെടുത്താതെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മയെല്ലാം തുണക്കുമാറാകട്ടെ. നമ്മുടെ കൂടെ രോഗത്തിൽ കഴിയുന്ന നിരവധി ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിച്ചത്. അത് രണ്ട് നിലക്ക് ഗുണവും ഗണവുമുള്ള പ്രാർത്ഥന. ദീർഘായുസ് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് അനുഗ്രഹീതമാണ്. എന്നാൽ ഒരു വിഭാഗം ആളുകൾക്ക് ദീർഘായുസ് ലഭിക്കുന്നത് അപകടമാണ്. നേരത്തെ പോകുന്നതാണ് അവർക്ക് നല്ലത്. ആർക്കാണ് ദീർഘായുസ് കൊണ്ട് അനുഗ്രഹമുണ്ടാവുക? ദീർഘായുസ്സിന് ആഗ്രഹിക്കാത്ത ആളുകളില്ല. എങ്ങനെയെങ്കിലും ജീവിക്കണം, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി രോഗം മാറ്റണം, അല്ലേ? അത് ആഗ്രഹിക്കാത്തവരാരുമില്ല. ആരോഗ്യത്തോടുകൂടി ജീവിക്കണം, അതും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തൂലുൽ അമൽ, അത് പിശാചിൻ്റെ ചിന്തയാണ്. ഞാൻ ഇനിയും ഒരുപാട് കാലം ജീവിക്കും, മരിക്കാനൊന്നും ആയിട്ടില്ല എന്ന് ഏത് പ്രായമുള്ളവനെയും തോന്നിപ്പിക്കും. മരണത്തോടടുത്ത വാർദ്ധക്യമുള്ളവരെയും പിശാച് തോന്നിപ്പിക്കുക തൂലുൽ അമലാണ്. തൂലുൽ അമൽ എന്ന് പറഞ്ഞാൽ ദീർഘായുസ്. എനിക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുണ്ട്, ഞാൻ ഇതുവരെ ചെയ്ത തെറ്റുകൾ തൗബ ചെയ്യാനൊന്നും സമയമായിട്ടില്ല, ഇനിയും എനിക്ക് ജീവിക്കാൻ അവസരമുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് പിശാചാണ്. അതുകൊണ്ട് ആ പിശാചിൻ്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടണം. സ്വാഭാവികമായും ഏത് സമയത്തും പിരിയാനുള്ളവരാണ് നമ്മൾ. ആ ബോധം നമ്മളുടെ ഉള്ളിലുണ്ടാവണം. എന്നാൽ പിശാച് ആ ചിന്ത നിലനിർത്താൻ സമ്മതിക്കില്ല. അവൻ എപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സലഫു സാലിഹുകളായ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ പറയുകയാണ്, ആ ചിന്ത, ഞാൻ ദീർഘകാലം ഭൂമിയിൽ ജീവിക്കുമെന്ന ചിന്ത, ഫൈനഹ മിൻ ജുനൂദി ശൈത്താൻ, അത് പിശാചിൻ്റെ അനുയായികളെ ചിന്തിപ്പിക്കുന്ന ചിന്തയാണ്. പിശാചാണ് അത് ചിന്തിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, ഒരുപാട് കാലം ഇനിയും ഞാൻ ജീവിക്കുമെന്ന് പറയുന്നതോടുകൂടി ഒമൻ താല അമലുഹു ലൗഫ അമലുഹു, ഒരാളുടെ ആയുസ് ഇനിയും കൂടുതലുണ്ട് എന്ന് അവൻ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും ലൗഫ അമലുഹു, അവൻ്റെ സൽക്കർമ്മങ്ങൾ ദുർബലമാവും. സൽക്കർമ്മങ്ങൾ വളരെ മനോഹരമായി ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ
എനിക്ക് ഇനിയും കാലം ജീവിക്കാനില്ല, കൂടുതൽ കാലം ജീവിക്കുവാനുള്ള ചിന്ത പിശാചിൻ്റെതാണെന്ന് ഓർക്കുക. അത് നമുക്ക് മുത്തക്കിങ്ങൾക്ക് പറഞ്ഞതല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാലടികൾ പിന്തുടരരുത്. സൂറത്തുൻ നൂറിലെ അള്ളാഹുവിന്റെ നമ്മളോടുള്ള ഉപദേശം. പിശാചിന്റെ കാലടികൾ. പിശാച് നരകത്തിലാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞത്, ഞാൻ അള്ളാഹുവിനോട് കൊടുത്ത വാഗ്ദത്തമാണ്, ഞാൻ അള്ളാഹുവെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരുവിധം ആളുകളെ, എന്നാലാകുന്ന ആളുകളെ ഞാൻ വഴിപഴപ്പിച്ച് നരകത്തിലെത്തിക്കും. നരകത്തിൽ ഞാൻ അവരെ എത്തിക്കും. എന്താ? അപ്പോൾ അള്ളാഹു പറഞ്ഞു, എൻ്റെ മുഖ്ലിസുകളായ, എൻ്റെ നിഷ്കളങ്കന്മാരായ ആളുകളെ നിനക്ക് കിട്ടൂല. അപ്പം ഇല്ലാ ഇബാദക്കൽ മുഖ്ലസീൻ, നിന്റെ നിഷ്കളങ്കന്മാരായ ദാസന്മാരൊഴികെ അവരെ മാത്രമേ ഞാനും വഴിവയ്പ്പിക്കുള്ളൂ എന്ന് ആര് പറഞ്ഞു? പിശാച്. അപ്പം പിശാച് വഴിവയ്പ്പിക്കുന്നത് അള്ളാഹുലേക്ക് നിഷ്കളങ്കമായി അടുക്കാത്തവരാണ്. നിഷ്കളങ്കമായി അടുക്കുന്നവരെ അവന് കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗം വിട്ട് പിശാചിൻ്റെ കാലടികൾ പിൻപറ്റരുത്. പിശാചിൻ്റെ കാലടികളിൽ ഒന്നാമത്തത് ശിർക്കാൻ, തൗഹീദ് നകറ്റുക. അള്ളാഹുവിൽ നകത്തി അള്ളാഹുവിൻ്റെ അടിയാറുകളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുക. അതാണ് ആദ്യത്തെ പണി. അതിൽ നമ്മളെ കിട്ടുന്നില്ലെങ്കിൽ, അള്ളാഹുവിൻ്റെ അടിയാറുകളിലേക്ക് നിങ്ങളെ കിട്ടുന്നില്ലെങ്കിൽ, പിശാചിൻ്റെ അടുത്ത പടി ബിദ്അത്തുകൾ വർദ്ധിപ്പിക്കുക. ബിദ്അത്തുകൾ, അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത, സുന്നത്തുകളല്ലാത്ത കർമ്മങ്ങൾ പഠിപ്പിക്കുക. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് അതിൽ പോയി പെടും. അപ്പം എന്തുണ്ടാവും? കുല്ലു ബിദ്അത്തിൻ ലലാല, എല്ലാം ദുർമാർഗ. ഓ കുല്ലു ലലാലത്തിൻ ഫിന്നാർ, അത് നരകത്തിലേക്കാണ്. അപ്പം പിശാചിൻ്റെ രണ്ടാമത്തെ വഴി അതാണ്. മൂന്നാമത്തെ വഴി ഹറാമുകൾ ചെയ്യിപ്പിക്കലാണ്. പിശാചിൻ്റെ കാലടികൾ അതാണ്. നമ്മളെക്കൊണ്ട് പിശാച് ഒരുപാട്, നിനക്ക് ജീവിക്കാനുണ്ട്, തൗബ ചെയ്യാനും സമയമായില്ല, എപ്പോഴും നീ മരിക്കുകയില്ല എന്നൊരുപാട് പുന്നാര വാക്കുകൾ നമുക്ക് നൽകും. അങ്ങനെ അവൻ നമ്മളെ പല ഹറാമുകളും ചെയ്യിപ്പിക്കും. അല്ലാഹ് ഇഷ്ടപ്പെടാത്ത, റസൂൽ ഇഷ്ടപ്പെടാത്ത, ദീൻ ഇഷ്ടപ്പെടാത്ത, ശറഈ ഇഷ്ടപ്പെടാത്ത, ശറഈ പഠിപ്പിക്കാത്ത ഒരുപാട് തിന്മകൾ, ഹറാമ അതിലേക്ക് കൊണ്ടുപോകും. അതും പിശാചിന്റെ കാലടികൾ. അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ പിൻപറ്റരുത്. എന്താ കാരണം? അല്ലാഹ് പറയാണ്, പിശാചിന്റെ കാലടികൾ നിങ്ങൾ പിൻപറ്റിയാൽ ഫൈന്നഹു യഅ്മുറുക്കും ബിൽ ഫഹ്ശായി വൽ മുങ്കർ, അവൻ നിങ്ങൾക്ക് നീചവും നികിഷ്ടവുമായ കാര്യങ്ങൾ ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓന്റെ കാലടിയിൽപ്പെട്ടാൽ ശിർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, തൗഹീദിൽ നകന്നു പോയ ഒരാൾക്ക് ഏത് തിന്മകളും ചെയ്യാൻ പ്രയാസമുണ്ടാവില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടി. ഷിർക്കിൽ അകപ്പെട്ട ഒരാൾക്ക്, അള്ളാഹുവിനെ ഭയമില്ലാതെ ഏകനായ റബ്ബിലേക്ക് അടുക്കാത്തൊരു വ്യക്തി, ഷിർക്കിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഏത് തെറ്റും അയാൾക്ക് ചെയ്യാം, ഏത് ഹറാമും അയാൾക്ക് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും പണം ഉണ്ടാക്കാം. ഹലാലും ഹറാമും ഒന്നും നോക്കേണ്ടതില്ല. ഷിർക്കിൽ പെട്ട ആളുകൾക്ക് സാധാരണഗതിയിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നെന്താ? അവൻ നിങ്ങളോട് യഅ്മുറുക്കും ബിൽ ഫഹ്ശായി വൽ മുങ്കർ എന്നിട്ട് പറയാ, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ ഔദാര്യവും നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നെങ്കിൽ മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദ, ഒരാളും ഒരിക്കലും വിശുദ്ധരായി ജീവിക്കാൻ കഴിയില്ല. ഒരാൾക്കും. അത്രമാത്രം ശക്തനാണ് പിശാച്. ഒരു മനുഷ്യൻക്കും നന്നായി ജീവിക്കാൻ കഴിയില്ല. എത്ര നന്നാവണമെന്ന് വിചാരിച്ചാലും നന്നാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട് അറിയുള്ളൂ. വെള്ളിയാഴ്ച മാത്രം ജുമാക്ക് പോകും, ഖുത്ബ കേൾക്കുമ്പോൾ നന്നാണെന്ന് തോന്നും, പക്ഷേ സമ്മതിക്കില്ല അവൻ. അതാ പറഞ്ഞത്, അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഫൗല് കിട്ടണം. അള്ളാഹുവിൻ്റെ ഔദാര്യം, അള്ളാഹിൻ്റെ കാരുണ്യം അത് ലഭിച്ചവർക്ക് മാത്രമേ കഴിയൂ. എന്നാൽ മനുഷ്യന്റെ സംവിധാനം തന്നെ അള്ളാഹു പറയുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ച രൂപം തന്നെ നഫ്സിം വമാ സവ്വാഹ, അള്ളാഹു മനുഷ്യന്റെ ആത്മാവിനെ സംവിധാനിച്ചത് തന്നെയാണ് സത്യം. എങ്ങനെ സംവിധാനിച്ചത്, ഉണ്ടാക്കിയത്? നഫ്സ് എങ്ങനെ ഉണ്ടാക്കിയത്? ഫഅൽഹമഹ ഫുജൂറ, അതിലാദ്യം ഉൾക്കൊള്ളിച്ചത് ഫുജൂറാണ്, അധർമാണ്. തിന്മയോടുള്ള വാഞ്ച, നന്മയോടുള്ള വാഞ്ചക്കുറവ്. ഇല്ലേ? നമുക്ക് എപ്പോഴും ആഗ്രഹം എന്തിനോടാ? തിന്മയോടാ. നന്മയോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല, ഉണ്ടോ? ആദ്യം അതാ അള്ളാഹു ഉൾക്കൊള്ളിച്ചത് ഫുജൂറാണ്. ഫഅൽഹമഹ ഫുജൂറ വത്തഖ്വ, ശേഷം അള്ളാഹു അടുത്തത് കൽബിലേക്ക് ഇട്ടുകൊടുത്തു. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ധർമ്മം, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് കിട്ടും. നേരെ മറിച്ച് പിശാചിന്റെ വസ്വാസിനനുസരിച്ച് അധർമ്മകാരിയായി ജീവിക്കാനുള്ള അതും കൊടുത്തു. എന്നിട്ട് അല്ലാഹ് പറയാ, ഖദ് അഫ്ലഹ മൻ സക്കാഹ, മരണം വരെ പിശാചിന്റെ വസ്വാസിനനുസരിച്ച്, ദുർബോധനത്തിനനുസരിച്ച്
ജീവിക്കാതെ അള്ളാഹുവിനെ മാറോട് ചേർത്ത് പിടിച്ച് ജീവിച്ച ആളുകൾ അവൻ പരിശുദ്ധപ്പെടുത്തിയിരിക്കുന്നു അവൻ്റെ മനസ്സ്. ഖദ് അഫ്ലഹ, അവൻ വിജയിച്ചിരിക്കുന്നു. മൻ, ഒരാൾ, ഏതൊരാൾ സക്കാഹ, അതിനെ പരിശുദ്ധപ്പെടുത്തിയ. എന്നിട്ടോ വഖദ് ഖാബ, 100% പരാജയപ്പെട്ടിരിക്കുന്നു. ആര്? മൻ, ഒരാൾ, ഏതൊരാൾ ദസ്സാഹ, പിശാചിന്റെ ചൊൽപ്പടിക്കൊത്ത് ജീവിച്ച, മനസ്സിന് മലീമസമാക്കിയ വ്യക്തികൾ ഇരുലോകവും നഷ്ടപ്പെട്ടവരാണ്. 2 ലോകം കിട്ടൂല. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഇന്ന ശൈത്താന അദുവുല്ലക്കും, പിശാച് നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾ ഓർക്കണം കേട്ടോ. ഫത്തഹിദൂഹു അദുവ, നിങ്ങൾ അവനെ മിത്രമായി സ്വീകരിക്കരുത്, അവൻ നിങ്ങളുടെ ശത്രുവാണ്. ഇന്നമ്മ യദ്ഉ ഹിസ്ബഹു, അവന്റെ കൂട്ടത്തിൽ ചേരുന്ന ആളുകളെ ലിയകൂനു മിൻ അസ്ഹാബി സഈർ, ജ്വലിക്കുന്ന നരകത്തിന്റെ അവകാശികളാക്കിയിട്ടോ മരിപ്പിക്കുള്ളൂ. പിശാചിന്റെ ചൊൽപ്പടിക്കൊത്ത് ജീവിക്കുന്ന ഏതൊരു സ്ത്രീയെയും പുരുഷനെയും, ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ആർഭാടങ്ങളിൽ ഓനെ ലയിപ്പിക്കും. എല്ലാ കാര്യം നോക്കേണ്ടികൾ ശിർക്ക് ചെയ്യാത്ത ആളുകളാണ് നമ്മളൊക്കെ. ബിദ്അത്ത് ചെയ്യാത്തവരാണ് സലഫികൾ എന്ന് പറഞ്ഞല്ലേ. നമ്മളെവിടെ പോയി പെടുക? ഹറാമിലാണ്. അള്ളാഹു റസൂൽ ഇഷ്ടപ്പെടാത്ത ആർഭാടങ്ങളിൽ, ആമോദങ്ങളിൽ, ആനന്ദങ്ങളിൽ, അല്ലേ? അങ്ങനെ പോയി പെടുക. സ്വാഭാവികമായിട്ട് പിശാചിനെ പിന്നെ പിടിക്കാനുള്ള സ്ഥലമാണ്. മിക്കവാറും തൗഹീദും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ പിശാചിന് കിട്ടാനുള്ള മേഖല അതാണ്. അവിടെയാണ് നമ്മളുടെ സൂക്ഷ്മത. തൗഹീദിൽ നമുക്ക് സൂക്ഷ്മത കിട്ടിയിട്ടുണ്ടാകാം. പക്ഷെ ഏത് സമയത്തും തൗഹീദിന് പോകാം, ഏത് സമയത്തും. എന്താ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാന്റെ റസൂൽ കഴിഞ്ഞാൽ അഫ്ളലുർ റജുലി ബഅദൽ അംബിയാ, അമ്പിയാക്കന്മാർക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാന്ന റസൂൽ പറയുന്നത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ച് റസൂൽ പറയാം, യാ അബൂബക്കർ ലശ്ശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നംൽ, നിന്റെ ജീവിതത്തിലേക്കും ഉറുമ്പരിക്കുന്ന സാവകാശത്തിൽ ശിർക്ക് കയറി വരും, സൂക്ഷിക്കണം. ആർക്കും വരാം ശിർക്ക്. തൗഹീദ് നിറഞ്ഞു നിൽക്കുന്ന ആൾക്കും വരാം. അതെങ്ങനെയാ? ഒരു നിസ്സാരമായൊരു കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളൊരു വണ്ടി വാങ്ങി, ആ വണ്ടി വാങ്ങിയതിന് ശേഷം ഒരുപാട് അപകടങ്ങൾ വാങ്ങി യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോണ്ടായി. സ്വാഭാവികമായിട്ട് പിശാച് അവിടെ ഇടപെടും, അല്ലേ? ഈ വണ്ടി എനിക്ക് പറ്റിയതല്ല, ഈ വണ്ടിയിൽ ഷെറുണ്ട്. അപ്പം എന്ത് ചെയ്യും? ആ ഷെറിന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? നീ ഒരു കാര്യം ചെയ്തോ, ഇന്ന തങ്ങളെടുത്ത് പോയിക്കോ, അല്ലെ ഇന്ന ഔലിയൻ്റെ അടുത്ത് പോയിക്കോ, അല്ലെ ഇന്ന ജാർത്ത് പോയിക്കോ. ആ വണ്ടി കൊണ്ടുപോയിട്ട് എന്തായിക്കാള് ഒരു 4 ചെറുനാരങ്ങ അതിൻ്റെ ടയറിനകത്ത് കയറ്റി ഇറക്കിക്കാൾ. എന്തിനും ഖൈറും ഷെറും അള്ളാൻ്റെ ഒന്ന് വിശ്വസിക്കണം. മുവഹിദാണ് ഈ ചെയ്യുന്നത്. എന്താ കാരണം? പിശാച് വളരെ പെട്ടെന്ന് വഴി മാറ്റും. അതറിയാം. അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? ഇന്നമ്മ യദ്ഉ ഹിസ്ബഹു, അവൻ അവന്റെ കക്ഷികളായി തീരാൻ വേണ്ടി ക്ഷണിക്കുന്നത് ലിയകൂനു മിൻ അസ്ഹാബി സഈർ, നരകത്തിന്റെ ആളുകളാകാൻ. അപ്പൊ കുറെ കാലം ശിർക്കിലും ബിദ്അത്തിലും ജീവിച്ച് ഹറാമുകളിൽ അങ്ങനെ മുഴുകി ജീവിച്ചൊരു മനുഷ്യൻ മരിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അവന്റെ ദീർഘായുസ് എന്താ? അവിടെയല്ലേ? പ്രായം ഒരുപാട് ഉണ്ടായിട്ട് പോലും തിരിച്ചു നടന്നില്ല, തൗഹീദിലേക്ക് പോയില്ല, സുന്നത്തിലേക്ക് പോയില്ല, ഹലാലിലേക്ക് പോയില്ല. മക്രൂഹിൽ നിന്ന് അള്ളാഹ് ഇഷ്ടപ്പെടുന്ന മൻദൂബായ സുന്നത്തായ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച, ദീൻ പഠിപ്പിച്ച ഒരു കാര്യത്തിലേക്ക് തിരിച്ചു നടത്തിയില്ല. അങ്ങനെയുള്ള വ്യക്തികൾ എവിടെ ഉണ്ടാകുക? നരകത്തിലേക്കാണ്. ഇവിടുന്ന് മയ്യത്ത് പോയിഞ്ഞ് വലിയ കാര്യം പോലെ നമ്മൾ 3 തുണിയിലൊക്കെ പോയിഞ്ഞ് ഒരുപാട് സെന്റൊക്കെ പറ്റിക്കൊടുത്ത് പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ച് മറമാടി കൊടുക്കുന്നത് എങ്ങോട്ടേക്കാ? നരകത്തിലേക്കാ. മറക്കണ്ട. അത് നാളെ ഞാൻ, നിങ്ങൾ അതിൻ്റെ പറ്റുന്നാൾ. സാധാരണ പറഞ്ഞു ഇന്ന് ഞാൻ നാളെ നീനാണ്, അല്ലേ? ഏതായിരുന്നാലും മറക്കണ്ട മരണയാത്ര. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സുഖഭോഗങ്ങളിൽ ലയിച്ച് ജീവിക്കുന്ന, ദുനിയാവിന്റെ സുഖഭോഗങ്ങളിൽ ലയിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ട ഒരേ ഒരു ഓർമ്മ, അക്സിറു ദിക്റ ഹാദിൽ ലദ്ദാത്ത് അൽ മൗത്ത്, മരണം എന്ന് പറയുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ആർമാദിക്കുമ്പോൾ, നിങ്ങൾ ആഹ്ലാദിക്കുമ്പോൾ, നിങ്ങൾ ആഘോഷിക്കുമ്പോൾ, തമ്മാടിത്തത്തിൽ മുഴുകുമ്പോൾ ഓർക്കുക ഒരു നാൾ മരണമുണ്ടെന്ന്. അത് വർദ്ധിപ്പിച്ചാലോ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ കഴിയും. അതൊക്കെ റസൂൽ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ദീർഘായുസ് ലഭിച്ചു, തഖ്വയും ഈമാനും തൗഹീദും സുന്നത്തൊക്കെ ഉള്ളൊരു വ്യക്തി, ഹറാമിലേക്ക് പോകാത്തൊരു വ്യക്തി, തമ്മാടിത്തങ്ങൾ ചെയ്യാത്തൊരു വ്യക്തി, പലിശ തിന്നാത്ത വ്യക്തി, പിന്നെ കള്ള് കുടിക്കാത്ത വ്യക്തി, ഇത്തരം ആളുകൾക്ക് ദീർഘായുസ് ലഭിച്ചാലോ റസൂൽ പറയാണ്, മാ മിൻ മുസ്ലിമിൻ യുഷീബു ഷൈബത്തൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്നുകൊണ്ട് ആ ഒരുപാട് ദീർഘായുസ് ലഭിച്ച ഒരാള് അയാളുടെ താടിയും മുടിയും ഒക്കെ നരച്ചു. യുഷീബു ഷൈബ,
അയാൾക്ക് ഷെയ്ബ് ബാധിച്ചു, നര, പൂർണ്ണമായും നര ബാധിച്ചു. എങ്ങനെ? ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്നുകൊണ്ട്. എന്നാലോ ഇല്ലാ കുത്തിബ ബിഹാ ഹസനാത്ത്, ഓരോ നരക്കും അല്ലാഹു അവന്റെ പേരിൽ നന്മ രേഖപ്പെടുത്തും. ഓരോ നരക്കും. അങ്ങനെ മുടിയും താടിയൊക്കെ നരക്കുമ്പോഴേ ഓരോ നരക്കും അതിനെന്ത് വേണം? എന്ത് വേണം? നിങ്ങളെ മുടി നരച്ചതിന് ഇതല്ല, നിങ്ങൾ ഫിൽ ഇസ്ലാമിയാണ്, ഇസ്ലാമിൽ നിന്നുകൊണ്ട് നരച്ചതാണ്. ഇസ്ലാമിന്റെ പുറത്തുപോയി നരച്ചതല്ല, തമ്മാടിത്തം കളിച്ച് നരച്ചതല്ല, രാവും പകലും ഉറക്കൊഴിഞ്ഞ് പിശാചിനെ സന്തോഷിപ്പിച്ച് നടന്നിട്ട് നരച്ചതല്ല. അങ്ങനെയുള്ള ആളുകൾ അവരുടെ ഓരോ നരക്കും അല്ലാഹു, ഇപ്പൊ നമ്മളൊക്കെ തലയിൽ മുടിയിലൊക്കെ നരക്കണം, എണ്ണയൊക്കെ എത്ര ഉണ്ടാവും? നിങ്ങളൊന്ന് വെറുതെ എണ്ണി വെക്കേണ്ടി, എണ്ണാൻ കഴിയില്ല, അത്രമാത്രമാണ്. അത് നന്മ ഓരോന്നും എഴുതും. എന്നിട്ടോ റഫഅഹു ബിഹാ ദറജാത്ത്, ഓരോ നരക്കും അല്ലാഹു പരലോകത്ത് ഒരു പദവി ഉയർത്തും. ഒരു പദവി, ഒരു ദറജ, ഒരു സ്ഥാനം. മനസ്സിലായോ? എങ്ങനെ ആവണം? ഇസ്ലാമിൽ നരച്ചതായിരിക്കണം. ഏത്? അധർമ്മത്തിൽ നരച്ചതല്ല, ധർമ്മത്തിൽ നരച്ചതാണ്. ദീനിനു വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ, അയാളുടെ മുടിയും താടിയും ഒക്കെ നരച്ചു. ഓരോ നരക്കും പ്രതിഫലം നന്മകൾ രേഖപ്പെടുത്തുന്നു. ഓരോ നരക്കും അല്ലാഹു പരലോകത്ത് പദവികൾ നൽകുന്നു. തീർന്നില്ല. ഔ ഹുത്താൻഹു ഹത്തിയ, ഓരോ നരക്കും മൂന്നാമതൊരു പ്രതിഫലം. ഔ ഹുത്താൻഹു ഹത്തിയ, അവന്റെ പാപം അല്ലാഹു മായിച്ചു കളയും. ഇസ്ലാമിൽ ജീവിച്ചിട്ട് അറിയാതെ വന്നു പോകുന്ന പാപങ്ങൾ അത് അല്ലാഹു മായിച്ചു കളയും. അപ്പൊ ദീർഘായുസ് ലഭിക്കുന്ന ഖൈറായില്ലേ? ഒരു ഭാഗത്ത് ദീർഘായുസ് ലഭിക്കുമ്പോൾ അപകടത്തിലേക്ക് പോകും അല്ലേ? മറ്റൊരു വിഭാഗമോ ഖൈറിലേക്ക് വരും. ഖൈറിലേക്ക് വരുന്ന ആളുകളാരാ? തൗഹീദിൽ ജീവിക്കണം, ബിദ്അത്തിൽ പോകരുത്, സുന്നത്തിൽ ജീവിക്കണം, ഹറാമിലേക്ക് പോകരുത്, ഹലാലിൽ ജീവിക്കണം അല്ലേ? നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ ഹലാലാവണം, അങ്ങനെ മരിച്ചു വീഴണം അല്ലേ? അത് മാത്രമല്ല, ഏറെക്കാലം ജീവിക്കുമെന്ന ചിന്ത. അതാണല്ലോ നമ്മൾ അടുത്തത് പറഞ്ഞത്. എനിക്ക് ഇനിയും ജീവിക്കാൻ അവസരമുണ്ട്, ഞാൻ ഇനിയും നന്നാവാം, നാളെ നന്നാവാം, മറ്റന്നാൾ നന്നാവാം. കഴിയൂലട്ടോ. അതാണ് മിൻ ജുനൂദി ശൈത്താൻ. ആ ചിന്ത പിശാചിൻ്റെതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തിനെ പഠിപ്പിക്കുന്നുണ്ട്. അറിയോ? ഇതാ അംസൈത്ത, നീ വൈകുന്നേരം ജീവിക്കാൻ അള്ളാഹു നിനക്ക് അവസരം തന്നാൽ, ഒരു വൈകുന്നേരം, ഇന്നിപ്പോ വെള്ളിയാഴ്ച, ഇന്ന് വൈകുന്നേരം നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഫലാ തൻതലിർ സബാ, പുലരിയിൽ നീ രാവിലെ നീ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. മരണത്തിന്റെ ഇടയിൽ സംഭവിക്കാം ഉണ്ടാവും. ഇനിയോ വൈദാ അസ്ബഹത, നീ നാളെ നേരം വെളുത്തു, നിനക്ക് ജീവിതം കിട്ടി, എന്നാലോ ഫലാ തൻതലിൽ മസാഹ്, വൈകുന്നേരം പ്രതീക്ഷിക്കരുത്. അങ്ങനെ ജീവിക്കുമ്പോഴേ ഇപ്പറഞ്ഞ കൂലി ഉണ്ടാവുള്ളൂ. ഏത്? പ്രഭാതത്തിൽ ജീവിക്കുമ്പോൾ വൈകുന്നേരം ഞാൻ ഹയാത്തിൽ ഉണ്ടാവില്ല എന്ന ചിന്ത, വൈകുന്നേരം ജീവിക്കുമ്പോൾ ഞാൻ പ്രഭാതത്തിൽ ഉണ്ടാവില്ല എന്ന ചിന്ത, അത് നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പ്രതികൾ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് പ്രായം ഒരുപാട് ജീവിച്ചു, എത്രയോ പ്രായം ജീവിച്ചിട്ടും അള്ളാഹുലേക്ക് തിരിച്ചു നടക്കാൻ കഴിയാത്ത ആളുകൾ ആരാ അറിയോ? അള്ളാഹു ഖുർആനിൽ പറയണ്ട, അള്ളാഹു പറയാണ് വമൻ യഅ്ശ അൻ ദിക്രി റഹ്മാൻ, കാരുണ്യകനായ അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ, നുക്കയ്യലഹു ഷെയ്ത്താന, അവന് ഞാൻ പ്രത്യേകം ഒരു ഷെയ്ത്താനെ നിശ്ചയിച്ചു കൊടുക്കും. ഒരു ഷെയ്ത്താൻ, സൂറത്ത് സുഹൂറിൽ അല്ല പറയാം, നുക്കയ്യലഹു ഷെയ്ത്താന, നാം അവനൊരു ഷെയ്ത്താനെ വെച്ചു കൊടുക്കും. അല്ലന്നെ അള്ളാന്റെ ദീനിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ആളുകൾ നിങ്ങൾ നോക്കേണ്ടി, ഓരോ ദിവസവും അവൻ തമ്മാടിത്തത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. മരിക്കും വരെ അവനക്ക് തിരിച്ചടക്കാൻ കഴിയില്ല. എന്താ കാരണം? ഓന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു ഒരു ഷെയ്ത്താനെ നിശ്ചയിച്ചു. നുക്കയ്യലഹു ഷെയ്ത്താന. എന്നിട്ടോ തീർന്നില്ല. റസൂലുള്ള പറയും, ഖുർആൻ പറയാം, ഫഹുവ ലഹു കരീൻ, ആ പിശാച് എപ്പോഴും ഇവന്റെ കൂട്ടുകാരനാണ് ഉണ്ടാവും. ഉറങ്ങുമ്പോഴുണ്ടാവും, എഴുന്നേൽക്കുമ്പോണ്ടാവും, ബാത്റൂമിൽ പോയാണ്ടാവും, വാഹനത്തിൽ കയറുമ്പോണ്ടാവും, അവൻ വസ്ത്രം ധരിക്കുമ്പോണ്ടാവും, എല്ലാ സമയത്തും അവന്റെ കൂടെ അവനിൽ അഹങ്കാരം വളർത്താൻ ഈ പിശാച് കൂടെ ഉണ്ടാവും. എന്നിട്ട് പറയാം വഇന്നഹും ലയസുദ്ദൂനഹും അനി സബീൽ, ആ പിശാച് കൂട്ടുകാരനായി വന്നു കഴിഞ്ഞാലോ വഇന്നഹും, തീർച്ചയായും ആ പിശാചുക്കൾ ലയസുദ്ദൂൻ, അവർ തടഞ്ഞുകൊണ്ടേയിരിക്കും, അനി സബീൽ, അള്ളാഹുവിന്റെ നേർമാർഗത്തിൽ നിന്ന്. ഒരിക്കലും മരണം വരെ നന്നാകാനോ വിടൂല കേട്ടോ. എന്നിട്ടോ വയസബൂൻ, എന്നിട്ട് അവൻ വിചാരിക്കും അന്നഹും മുഹ്തദൂൻ, ഞങ്ങളാണ് സന്മാർഗത്തിൽ ജീവിക്കുന്നത്. നിങ്ങൾ കണ്ടോ? ദീനിലുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തുക അല്ലേ? ഇവരൊക്കെ ദീനിൽ എന്തുണ്ടായും ഒരു എന്നായോ? ഞാനല്ലേ അതിനേക്കാൾ നല്ലത്? അങ്ങനെ ആൾക്കാരാണുള്ളത് ഇല്ല. പിശാചിന്റെ ദുർമന്ത്രത്തിനനുസരിച്ച് ജീവിക്കുക, എന്നിട്ട് ഇസ്ലാം ഉള്ളോലെ എതിർക്കുക. ഓൻ ഇപ്പൊ ഇസ്ലാമിൽ ഉണ്ടായിരുന്ന കാര്യം, ഓൻ പള്ളിയിൽ സുബഹിക്ക് പള്ളിയിൽ പോകുന്നുണ്ട്, എന്താ ഓൻ നന്നായിരിക്കണം? ഏതെങ്കിലും ഒരു ചെറിയ തെറ്റോനിൽ വന്നാൽ മതി, അത് പാർവതിയിരിക്കും അല്ലേ? അത് എന്നിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അങ്ങനത്തെ മുസ്ലിങ്ങളൊക്കെ കണ്ടില്ലേ? ആണുണ്ട് പെണ്ണുണ്ട്, നമ്മളൊക്കെ ഇവിടുത്തെ ഉണ്ടാവും. തൊള്ള തുറന്നാൽ അള്ളാഹു റസൂലിനെതിരില്ലേ സംസാരിക്കുള്ളൂ. എന്താ കാരണം?
നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങളെ പുരയിലും എൻ്റെ പുരയിലും അത്രക്കാരുണ്ടെങ്കിൽ ഇവർക്ക് അള്ളാഹു ഒരു കൂട്ടുകാരനായിട്ട് ഷെയ്ത്താൻ അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ഓലെ തൊള്ളവർക്ക് അള്ളാഹ്ക്ക് വേണ്ടിയല്ല, ഓലെ തൊള്ളവർക്ക് പിശാചിന് വേണ്ടിയാണ്. എങ്ങനെ നന്നായി ജീവിക്കണ്ടോ അവരുടെ എന്തെങ്കിലും ചെറിയ ന്യൂനതകളുണ്ട് അത് പാർവതീകരിച്ച് ഇതാണിപ്പോൾ ഇസ്ലാം, ഇതാണിപ്പോൾ ഇസ്ലാം. ഇത്രയും കാലം ഇസ്ലാം ഓനേക്കാൾ എത്ര അന്ന് ഞാൻ അങ്ങനത്തെ ആൾക്കാർ കണ്ടില്ലേ? പള്ളിക്കമ്മിൻ്റെ പ്രസിഡന്റാ, ഓനേക്കാൾ എത്ര അന്ന് ഞാൻ ഇത് പള്ളിക്കമ്മിൻ്റെ പ്രസിഡന്റ് ജീവിതത്തിൽ ഒരു ചെറിയ നിസ്സാരമായ ഒരു അപകടം തെറ്റു വന്നാൽ മതി, ഈ പിശാചിന്റെ കൂട്ടുകാരൻ അയാളെ ഒരു വൈക്കായി കളി. വ്യക്തിത്വം അല്ലേ, അല്ലേ? നമ്മൾ കാണണല്ലോ ഇതൊക്കെ. അതാണ് അള്ളാഹ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല വേറെയും ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ മുജാദിലയിൽ അള്ളാഹു പറയുന്നത് ഇസ്തഹ്വദ അലൈഹിം ഷൈത്താൻ, പിശാജ് കൂട്ടുകാരനായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത പിന്നെ പിശാജ് അവനെ അടക്കി വാഴും. ഇസ്തഹ്വദ അലൈഹിം ഷൈത്താൻ, പിശാജ് അവരെ അടക്കി വാഴും. അങ്ങനെ അടക്കി വാഴുന്നാലോ ഫഅൻസാഹും ദിക്റല്ല, അപ്പോൾ മറപ്പിക്കുമല്ല. ഫഅൻസാഹും ദിക്റല്ല, അള്ളാഹ് എന്ന് പറയുന്ന ഒരു ഓർമ്മ ഉണ്ടാവില്ല, ഓന്റെ മനസ്സിലേ ഉണ്ടാവില്ല. ഓന്റെ പുറകിൽ ആരെയും മരിക്കുകയും മാത്രമാണെന്ത് മയ്യത്ത് കെട്ടിൽ വേണ്ടേ, കുളിപ്പിക്കണ്ടേ, കൊണ്ടോണ്ടേ, പള്ളിക്കെന്നാണ് നമസ്കരിക്കേണ്ടത്, എത്ര റക്കാത്ത നമസ്കാരം എന്ന് വെച്ച ആൾക്കാരുണ്ട്. ബാപ്പ വെച്ചപ്പോഴേ മോൻ ചോദിക്കുക എത്ര റക്കാത്ത നമസ്കാരം. അങ്ങനത്തെവരെ അതാണ്. അത്ര പോലും അള്ളാഹിനെ ഓർമ്മയില്ലാത്ത കുടുംബമുണ്ട് ഇല്ലേ? ഫഅൻസാഹും ദിക്റല്ല, അള്ളാഹു എന്ന ബോധം, ചിന്ത, പടച്ചവൻ എന്ന് അവന്റെ നാവ് കൊണ്ട് പറയാറില്ല. അത്രയും അപകടത്തിലായിരിക്കും. എന്നിട്ട് പറയല്ല അലാ, അറിയണം കേട്ടോ, ഇന്ന ഹിസ്ബ ഷൈത്താൻ, ഈ പിശാചിന്റെ കക്ഷികൾ ഹുമുൽ ഖാസിറൂൻ, രണ്ട് ലോകവും നഷ്ടപ്പെട്ടവരാണ്. ഇവിടെ ഉണ്ടാവില്ല, അവിടെ ഉണ്ടാവില്ല. ഇവിടെ കള്ളു കുടിച്ച് ഓടയൊക്കെ ഉണ്ടെന്ത് കാര്യം? ഇവിടെ MDMA അല്ലേ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ? ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കാം, പിശാച് വല്ലാത്ത വളർത്തലാണ് ഈ സമൂഹത്തെ വളർത്തിയത്. റസൂൽ പറയാം, ഒരു പെൺകുട്ടി നടുവിൽ, രണ്ട് പെൺകുട്ടികൾ അപ്പുറവും ഇപ്പുറവും, ഒരു ആൺകുട്ടി നടുവിലുമായി നടക്കുന്ന ഒരു കാലം വരും, ലോകം അവസാനിക്കുന്നു. അങ്ങനെ അപ്പുറവും ഇപ്പുറവും രണ്ട് പെൺകുട്ടികൾ, നടുക്കൊരാൺകുട്ടി, അങ്ങനെ ജീവിക്കുന്ന കാലം ലോകം അവസാനിക്കാനാവും വരും. ഇപ്പുണ്ടോ? ഇല്ല. നിങ്ങളെ ഭാവനയിൽ വന്നില്ലേ? റോഡ് കാണില്ലേ? ഏത് ഒരുത്തൻ നടുക്ക്, അപ്പുറം ഇപ്പുറം രണ്ട് പെൺകുട്ടികൾ. എന്താ കോളേജിൽ പഠിക്കുക? കോളേജിൽ പഠിക്കുമ്പോൾ എന്ത് തമ്മാടുത്തു ആവാനാ? ഓരാരാ? ഉലായിക്ക ഹിസ്ബു ഷൈത്താൻ, പിശാചിന്റെ കക്ഷികളാണ് അല്ലേ? എന്താ എന്ത് ചോദിച്ചാലും പറയും അതെന്റെ ബോയ് ഫ്രണ്ടാ, ഒരു നാണും ഉളുപ്പും ഇല്ലാണ്ട് അല്ലേ? പറയില്ലേ? ഇതൊക്കെ ചെയ്യുന്നവരും എന്ത് ചെയ്യും? നോമ്പ് വന്നാൽ നിസ്കരിക്കും, ഉമ്മയും ബാപ്പിയും ബൽ നന്നാവാൻ വേണ്ടിയിട്ട് ഉമ്രക്ക് കൊണ്ടുപോകും. നന്നാവില്ല. അത് കാരണം അത് പിശാച് കീഴടക്കിയതാണ്, നന്നാവാൻ പോലില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് വഴി പിഴപ്പിച്ച് നമ്മളൊരു വഴിക്കാക്കി കളയും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പിശാചിന്റെ ഷെറിൽ നിന്നും, പിശാച് എന്തിനാ നമ്മളെ ഓന്റെ ഷെറിപ്പെടുത്തുന്നത്? ലി യകൂനു മിൻ അസ്ഹാബി സഈർ, ജ്വലിക്കുന്ന നരകത്തിന്റെ അവകാശികളാക്കാൻ അല്ലേ? എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ പറഞ്ഞ പിശാചിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വേണ്ടത് അറിയോ? റസൂലുള്ള പറയാണ്, മാ അമിലിൽ അബ്ദു അമലൻ, ഒരു മനുഷ്യൻ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, അഞ്ചാലഹു മിൻ അദാബില്ല, അള്ളാഹിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന, മിൻ ദിക്രില്ല, അള്ളാഹുവിന്റെ ഓർമ്മ ഓന്റെ നാവിൽ എപ്പോഴും ഉണ്ടാവും, അള്ളാഹ് എന്ന ചിന്ത. അത് നഷ്ടപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ബുദ്ധിമുട്ടുക. എൻ്റെ റബ്ബ് കാണും, അറിയും, എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്നൊരു ചിന്ത അതെപ്പോഴും അവൻ്റെ മനസ്സിലുണ്ടാവും. മനസ്സിലായോ? അതാണ് അള്ളാഹ് റസൂൽ പറഞ്ഞത്. കണ്ടില്ല നിങ്ങൾ? ഒരു അയറാബി കൊണ്ട് നബിയോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഫ്ളൽ, ഒരു മനുഷ്യൻ ചെയ്യുന്ന അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം ഏതാണ്? കാല, നബി പറഞ്ഞു കൊടുത്തു, അൻ തുഫാരിക ദുനിയ വലിസാനുക റത്തുൽ മിൻ ദിക്രില്ല, നിന്റെ അവസാനത്തെ ശ്വാസം എടുക്കുന്നത് വരെ നിന്റെ നാവിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുകയും ഏറ്റവും അള്ളാഹു തൃപ്തിപ്പെടുന്ന മയ്യത്താവുകയും ചെയ്യും. മനസ്സിലായോ? അവസാനം വരെ നാവ് നനഞ്ഞ് റത്തുബും മിന്തിക്കില്ല, അള്ളാന്റെ നാവ് കൊണ്ട് നനഞ്ഞതാണ് ആ നാവ്. എപ്പോഴും അള്ളാഹ് എന്നൊരു ബോധം ഉണ്ടാവും എന്തു ചെയ്യുമ്പോഴും. അത് മറപ്പിക്കലാണ് ആരെ പണി? പിശാചിന്റെ പണി. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, ഒന്ന് ദീർഘായുസ് ലഭിച്ചു എങ്കിൽ ഇതുപോലെ നാവ് മരണം വരെ അള്ളാഹിനെ ഓർത്തുകൊണ്ടും ദിക്റിലും ഉൾക്കൊണ്ടുകൊണ്ടും ജീവിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ആ ദീർഘായുസ് ഖൈറാണ്. നേരെ മറിച്ച് പ്രായം ഒരുപാട് കിട്ടി എന്നിട്ടും സു അമലുഹു, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം മോശമായാലോ
അവൻ ലോകത്ത് ജീവിച്ച ഏറ്റവും നികിട്ട മനുഷ്യന്മാരാണ്. സൂക്ഷിക്കണം കേട്ടോ. അപ്പം അതുകൊണ്ട് നാം എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധത്തോട് മുന്നോട്ട് പോകണം. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് വേണമെന്നറിയോ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, നാളെ പരലോകത്തെത്തുമ്പോഴേ അതിലും വലിയൊരു അപകടം ഇനി വരാൻ പോകുന്നുണ്ട്. എന്താ അറിയോ, ഇവിടെ 2 നിലക്ക് പിശാചുക്കളുണ്ട്. ഒന്ന് മനുഷ്യ പിശാച, അത് ഞാൻ പറയാണ്ട് എനിക്കറിയാം അതാരാന്ന് അല്ലേ. നമ്മളെ തൗഹീദിൽ നിന്ന് വഴിപിഴപ്പിച്ച് ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്ന, നമ്മളെ സുന്നത്തിൽ നിന്ന് വഴിപിഴപ്പിച്ച് ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, പുരോഹിതന്മാർ അല്ലേ. അതൊരു തരം പിശാച. അവരുടെ ഷർറിൽ എപ്പോഴും പെട്ടുപോകും. അങ്ങനെ പെട്ട ആളുകൾ നാളെ പരലോകത്തല്ല പറയാം, അവരെ അള്ളാഹു നാളെ പരലോകത്ത് ഹാജരാക്കുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കാം, അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ഖുർആൻ എടുത്ത് നോക്കാം ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുന്നു കേട്ടോ. അപ്പോൾ അള്ളാഹ് പറയാം, ഓ ബറസൂ ലില്ലാഹി ജമിയൻ, ഭൂമുഖത്ത് ജീവിച്ച മനുഷ്യനെയും ജിന്നിനെയും ഒക്കെ തന്നെ അള്ളാഹു നാളെ പരലോകത്ത് കൊണ്ടുവരും. ഫഖാലല്ലാഹു, അപ്പൊ വിവരം കുറഞ്ഞ ആളുകൾ, ദുർബലരായ, ഒരു വിവരവുമില്ല, ഖുർആനും എന്താണെന്നും അതും അറിയില്ല, ഹദീസ് എന്താണെന്നും അറിയില്ല, പിന്നെ ആരാ ഓൾക്ക് ദീൻ പഠിപ്പിക്കുന്നത്? ഓളുടെ നാട്ടിലെ പുരോഹിതന്മാർ. ഖാലല്ലാഹു ലില്ലദീന ഇസ്തക്ബറു, ഇവരൊക്കെ വലിയവന്മാരാണ്, വലിയ വലിയ പണ്ഡിതന്മാരാണ്, അവരൊക്കെ അറിവുള്ളവരല്ലേ എന്ന് വിചാരിച്ച ഈ പാവം തോഴന്മാർ നാളെ പരലോകത്ത് കൊണ്ട് പറയാം. പരലോകത്തെ അള്ളാഹിന്റെ ശിക്ഷയ്ക്ക് വിധേയമാകാൻ പോകുമ്പം ഈ പാവങ്ങളായ ആളുകൾ അള്ളാഹിനോട് പറയാം, ഈ പിശാചുക്കളായ മനുഷ്യന്മാരോട്, ഈ മുസ്ലിയാക്കന്മാരോട്, ഈ പുരോഹിതന്മാരോട് അവർ പറയുന്നത് അറിയോ, ഇന്നാ കുന്നാലക്കും തബ, ഞങ്ങൾ നിങ്ങളുടെ അനുയായികളല്ലേ, ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞത് കേട്ടല്ലേ നമ്മൾ ജീവിച്ചത്. ഇന്നാ കുന്നാലക്കും തബ ഫഹൽ അൻതും മുഗ്നൂന അന്നാ മിൻ അദാബില്ല, അള്ളാഹുവിന്റെ ഈ ശിക്ഷയിൽ നിന്ന് ഒരല്പമെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്താൻ നിങ്ങളെ കൊണ്ടാവുമോ? ആരോട്? ഈ മനുഷ്യ പിശാചുക്കളോട്. കേട്ടോ, ഇതൊക്കെ ഖുർആൻ നേരത്തെ പറയാം. പക്ഷെ ഈ ഖുർആൻ എന്താണെന്ന് അറിയുന്ന ആൾക്കാർ ആരാളുള്ളത്? ആരുമില്ലല്ലോ. അത് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് വേണ്ടിയ കുറച്ച് പൈസ അല്ലേ, നല്ല സൗന്ദര്യമുള്ള മക്കൾ, നല്ല പഠിപ്പുള്ള മക്കൾ അല്ലേ. മക്കൾക്കൊന്ന് സൗന്ദര്യം കുറഞ്ഞാൽ മാതാപിതാക്കൾക്ക് എന്തൊരു ദുഃഖാര്യങ്ങൾ. മക്ക് ദീനില്ലല്ലോ, ഒരു ദുഃഖവുമില്ല. അത് അല്ലേ, അതാ ഞാൻ പറഞ്ഞത്. അള്ളാനെ പറ്റിയുള്ള ഒരു ബോധമില്ലാത്ത കുടുംബങ്ങൾ, മാതാപിതാക്കൾ, മക്കൾ എത്ര ലക്ഷങ്ങളാ. മനസ്സിലായോ? ജുമാ കഴിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ കാണാം ഉണ്ടാ. പിന്നെ ദീനിട്ട് നടക്കുന്ന ആൾക്കാരാ പൈസ പിരിക്കാനാ അല്ലേ, അള്ളാന്റെ ദീനല്ല. അതിനുള്ള പർദ്ദ അല്ലേ, അതിനുള്ള നടത്തം, എന്തെങ്കിലുമൊക്കെ റഹ്മത്തുള്ള കൽബിൽ കാരുണ്യമുള്ള മനുഷ്യന്മാരുടെ പൈസ കൈമലാക്കാനുള്ള ദീനാണ്. ദീനുള്ള ചില ആൾക്കാരെ പൈസ അങ്ങനെ കൈമലാക്കാൻ പറ്റും അല്ലേ. അപ്പൊ അതാ പറഞ്ഞത്, ഇവർ പറയാണെന്ത്, ഞങ്ങൾ നിങ്ങളുടെ അനുയായികളല്ലേഞ്ഞോ, അതുകൊണ്ട് ഫഹൽ അൻതും മുഗ്നൂന അന്നാ മിൻ അദാബില്ലാഹി മിൻ ഷൈ എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും, ഒരല്പം ശിക്ഷ കുറച്ചു തരാൻ കഴിയോ? നിങ്ങൾ പറഞ്ഞിട്ടാ ഞങ്ങൾ എന്ത് ചെയ്ത് ജാർത്ത് പോയത്, നിങ്ങൾ പറഞ്ഞിട്ടാ ഞങ്ങൾ മൗലൂദ് ഓതിയത്, നിങ്ങൾ പറഞ്ഞിട്ടാ ഞങ്ങൾ റാത്തീബ് ഓതിയത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഉറുക്കും നൂലും പിഞ്ഞാണയത്തും കെട്ടിയത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നേർച്ചകൾ നടത്തിയത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് അള്ളാഹു അല്ലാത്തവർക്ക് വഴിപാടുകൾ നടത്തിയത്. അതുകൊണ്ട് നിങ്ങളെ അനുയായികളല്ലേ നമ്മൾ. ഫഹൽ അൻതും മുഗ്നൂന അന്നാ മിൻ ഷൈ, എന്തെങ്കിലും നിലക്ക് ഒരു ശിക്ഷ ലഘൂകരിച്ചു തരാൻ കഴിയുമോ? അതിന്റെ മറുപടി പരലോകത്ത് അല്ലാഹ് അതും പറയാം. ഈ ബൈവേൽപ്പിച്ച പുരോഹിതന്മാർ പറയുന്നത്, കാലു അവർ പറയാ, ലോ ഹദാൻ അള്ളാഹു ഞമ്മക്ക് ഹിദായത്ത് നൽകിയിരുന്നെങ്കിൽ ലഹദൈനാക്കും, ഞങ്ങൾ നിങ്ങൾക്കും ഹിദായത്ത് നൽകുമായിരുന്നു. ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയില്ല. അതുകൊണ്ട് ലോ ഹദാൻ ലഹദൈനാക്കും, അള്ളാഹു ഞങ്ങൾക്ക് സന്മാർഗം നന്ന് തന്നിരുന്നെങ്കിൽ ലഹദൈനാക്കും, ഞങ്ങൾ നിങ്ങൾക്കും സന്മാർഗം നൽകുമായിരുന്നു. എന്നാൽ അവരുടെ മറുപടി സവാഉൻ അലൈനാ അജസിനാ അം സബർനാ മാലനാ മിൻ മഹീസ്. എന്താ പറഞ്ഞറിയോ? സവാഉൻ അലൈന, ഇനി നമുക്ക് സമാൻ രണ്ടുകൂട്ടർക്കും, പുരോഹിതന്മാരെന്നോ പണ്ഡിതന്മാരെന്നോ സാധാരണക്കാരെന്നോ അബലകളെന്നോ പാവങ്ങളെന്നോ വിവരമില്ലാത്തവരെന്നോ ഒരു വ്യത്യാസമില്ല. സവാഉൻ അലൈന, നമുക്ക് സമാൻ രണ്ടുകൂട്ടർക്കും. ആ ജസീന അം സബർന, ഈ ശിക്ഷയിൽ നമുക്ക് അക്ഷമത കാണിക്കാം, അല്ലെങ്കിൽ ക്ഷമയോടുകൂടി നരകത്തിൽ കഴിയാം. മറുപടിയെ ഇങ്ങനെയുണ്ട്. ഇവിടുന്ന് എന്താ പറഞ്ഞത്? ഇവിടുന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ അവിടെ നമ്മളെ മുരീദ് ആയാൽ മതി. ഇവിടുത്തെ സുഹൃത്ത് അല്ലേ, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞു. ഇവിടുന്ന് പറഞ്ഞു
മൊയ്തീൻ ഷേഖിന്റെ മുരീദായിട്ട് മൂപ്പരുടെ പേരിൽ നേർച്ചയും വഴിപാടും മൊഹിദ്ദീൻ റാത്തീബും ഒക്കെ നടത്തുന്ന ആളുകളുണ്ടല്ലോ, ഓലാ മുരീദ്. ഓലാരും നരകത്തില്ലാന്ന് നരകത്തിനെ കാക്കണം മലക്ക് മൊയ്തീൻ ഷേഖിനോട് പറഞ്ഞു, ഇവിടുന്ന് പറഞ്ഞു കൊടുത്ത്. ഇപ്പം എന്താ പറഞ്ഞത്? നമ്മൾക്ക് രണ്ടുകൂടി ഇനി ക്ഷമിച്ചാലും കണക്ക് തന്നെയാണ്, ഇനി ക്ഷമിച്ചില്ലേലും കണക്കാണ്. അതാ പറഞ്ഞത്, സവാഉൻ അലൈന അജസീനാം സബർന മാലന മിൻ മഹീസ്. ഓടി രക്ഷപ്പെടാൻ ഈ നരകത്തുനിന്ന് ഒരു വഴിയില്ല കൂട്ടരെ. ആര്? പുരോഹിതന്മാർ. ഇതൊക്കെ ഖുർആൻ നേരത്തെ പറയാൻ ഉണ്ടോ? അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതം ഒരുപാട് ആയുസ്സും ആയുർദൈർഘ്യവും ഒക്കെ അള്ളാഹു തരുമ്പോൾ അത് തീർത്തും അള്ളാഹും റസൂലും പറഞ്ഞതുപോലെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ഭൂമിയിൽ നിന്ന് പിരിയുമ്പോൾ തന്നെ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിഞ്ഞുകൊണ്ട് 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിലേക്ക് ബർസഖിയായ ലോകത്തേക്ക് യാത്ര പോകാൻ കഴിയും. അള്ളാഹു ആ നിലക്ക് 70,000 റഹ്മത്തിൻ്റെ മലക്കുകളുടെ അകമ്പടിയോടുകൂടി വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി ശുറഫ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി വിശുദ്ധരിൽ വിശുദ്ധരായി ജീവിക്കുവാൻ, പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ പെടാതെ ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മളെ ആനന്ദിപ്പിക്കുകയും സുഖിപ്പിക്കുകയും ചെയ്യുന്ന പണിയാണ് പിശാചിന്. ഓരോ വിഷയത്തിലും ആനന്ദിപ്പിക്കുക. അള്ളാഹിൻ്റെ ദീനിലേക്ക് വരാണ്ട് ആനന്ദിപ്പിക്കുക. ഇപ്പോൾ ഒരു സ്കൂട്ടർ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാരനാണെങ്കിൽ അവനോട് പറയുക, സീറ്റിൻ്റെ മുകളിൽ കയറി യാത്ര ചെയ്യും. എല്ലാവരും യാത്ര ചെയ്യും വഴി ചെയ്യണ്ട, നമുക്ക് യൗവന ഓനതിൻ്റെ മുകളിൽ കയറ്റി അല്ലേ. അങ്ങനെ എത്തരണം. നമുക്ക് ആഴ്ചയിൽ ചില ചെറുപ്പക്കാർ കുട്ടികൾ അങ്ങോട്ടാ പോവുക, ഒരുപാട് പുഴയും കടലും കുളിക്കാൻ പോവുക എന്നാ പറയുക അല്ലേ. ഇതൊക്കെ എന്താ കാരണം? വയസ്സന്മാരാരും പോലില്ല. പക്ഷെ ഒരു വയസ്സന്മാർ ദീനിലേക്കും വരുന്നില്ല. അത് കണ്ടിട്ടാണ് ഈ ചെറുപ്പക്കാരൻ ചെയ്യുന്നത്. യൗവനം എന്ന് പറഞ്ഞാൽ സൂഹിക്കാനുള്ളതാണ്, അല്ലാണ്ട് അള്ളാഹ്ക്കും നൽകി പിശാചിന് വഴിപ്പെടാതെ ജീവിച്ചാൽ സന്തോഷിക്കാൻ കഴിയില്ല. ഈ പിശാച് നമ്മളെങ്ങനെ വഅദക്കും, അവനെന്താക്കും? ഇല്ല ഉറൂർ, അവനെന്ത് ചെയ്യും? യഅദുക്കും അശൈത്താൻ, ഷെയ്ത്താൻ നിങ്ങൾ എപ്പോഴും വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കും. എന്ത്? ഇല്ല ഉറൂറ, വഞ്ചന, വഞ്ചനയിൽപ്പെടുത്തുക. കള്ള് കുടിച്ചോ? ഇപ്പം ആരും അറിയില്ല. പലിശക്ക് വാങ്ങിക്കോ? പലിശ വാങ്ങി വണ്ടി വാങ്ങിക്കോ? പലിശക്ക് വാങ്ങി വീട് നന്നായിക്കോ? ഇപ്പം ആരും അറിയാൻ പോലില്ല. അങ്ങനെ നിരന്തരമായി അവൻ നമ്മളെ എന്ത് ചെയ്യും? വാഗ്ദാനം ചെയ്യും. ഓൻ്റെ വഞ്ചനയെപ്പറ്റി, ഓൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച് അള്ളാഹ് പറയാണ്, അത് ഉറൂറാട്ടോ. അത് അള്ളാഹു പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവൻ നിങ്ങളെ വഞ്ചിക്കും. അതല്ലേ നമ്മൾ ആദ്യം ഓതി വെച്ചത്. ഷെയ്ത്താൻ എന്താന്നാ പറഞ്ഞത്? ഷെയ്ത്താൻ നിങ്ങളെന്ത് ചെയ്യും? പിശാജ് ഇന്ന ഷെയ്ത്താൻ അദുവുല്ലക്കും, നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഹിദൂഹു അദുവ, നിങ്ങൾ അവനെ പിശാജിനെ നിങ്ങൾ ശത്രുവായി തന്നെ പരിഗണിക്കണം, ഒരിക്കലും മിത്രമായി പോക്കറ്റ് കൊണ്ടെടുക്കരുത് കേട്ടോ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിശാജിൻ്റെ അടുത്ത പരിപാടി എന്താ അറിയോ? പിശാജ് ആഖിറവുമായി അടുക്കാൻ സമ്മതിക്കൂല. എപ്പോഴും ദുനിയാവുമായി കെട്ടിമറിയിപ്പിക്കും. പോലും ശ്രദ്ധിക്കുക. ദുനിയാവുമായി കെട്ടിമറിഞ്ഞിട്ട് ഒരു കാര്യമില്ല ഉണ്ടോ? കുറേ മുക്കാലുണ്ടായിരുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. നിങ്ങളെ മയ്യത്തണ്ട് കൊണ്ടുപോകുമ്പോൾ ആരുണ്ട്? നിങ്ങൾ വളർത്തിയ മക്കളില്ലേ? ഓൽക്ക് നിങ്ങളെ താക്കോലും മുതലും അല്ലാണ്ട്, നിങ്ങളെ പറമ്പും ഇതല്ലാണ്ട് ഒന്നും വേണ്ട. ആര്? എത്ര മയ്യത്തുണ്ട് ഈ കബറിൽ മറാടിയിട്ടുണ്ട്. ആരെങ്കിലും ഓർക്ക് വേണ്ടി സലാം ചെല്ലാൻ പോലും തയ്യാറില്ലാത്ത മക്കളാണ്. അവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. ഇതൊക്കെ നാളെ കേറിക്കുന്ന റസൂലുള്ള പറയുന്നുണ്ട്. അതെന്താ? ഖബറാളികൾ ഇവിടെ നമ്മൾ ഈ ആനന്ദത്തിലും ആഹ്ലാദത്തിലും നമ്മൾ മുഴുകുമ്പോൾ ഖബറിൽ കിടക്കുന്ന നമ്മൾ കൊണ്ടുവച്ച മയ്യത്തുകളിൽ അവർക്ക് ഭയങ്കര പ്രയാസമാണ്. കാരണം അവരനുഭവിക്കുക. ഈ അനുഭവം ഇല്ലാത്ത ആൾ ദുനിയാവിലുള്ളത്. ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഖബറിലാണ്. അപ്പം നദിമ അഹ്ലുൽ ഖുബൂർന, ഖബറാളികൾ വേദനിക്കും. നമ്മളെ കളിയുണ്ട്. പിന്നെ നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ മുതൽ പിടിച്ചെടുക്കാൻ വേണ്ടി കോടതി വരാന്തകളിൽ അല്ലേ, യഖ്തസിമുന ഫിൽ ഖുലാത്ത്, കോടതി വരാന്തകളിൽ ഞരങ്ങാണ്. എന്തിന്? 5 സെന്റ് സ്ഥലത്തിൻ്റെ പേരിൽ അല്ലേ.
ഇതൊക്കെ കഴിഞ്ഞിട്ട് മയ്യത്താണ്ട് പോകും. ഒരു വട്ടപൂജയായിരിക്കും. അതുകൊണ്ട് ചിന്തിക്കുക കേട്ടോ. അതുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലാ തർക്കൻ ഇല ദുനിയ, നീ ദുനിയാവിലേക്ക് ചാഞ്ഞ് ജീവിക്കരുത്. അത് പിശാച് എന്നെ കൊണ്ട് ചെയ്യിക്കും. ദുനിയാവിനോട് ഇങ്ങനെ കെട്ടിമറിയിപ്പിക്കും. അവിടെ എന്നെ പിടിച്ചു നിർത്തും. അതിലേക്ക് നീ പോകരുത്. എന്നിട്ടോ വലാ തത്തഹിദ്ഹാ വതന, ഈ ഭൂമി നിന്റെ എന്നെന്നും ജീവിക്കാനുള്ള രാജ്യമായിട്ട് നീ കാണരുത്. ലാ തത്തഹിദ്ഹാ വതനൻ, അത് നിന്റെ സ്വദേശമാണെന്ന് വിചാരിക്കേണ്ട, പോയി പോവും. വലാ തുഹദ്ദിസ് നഫ്സക ബിൽ ബഖായി ഫിഹാ, നിന്റെ മനസ്സിനെ നീ പഠിപ്പിക്കരുത്. ലാ തുഹദ്ദിസ് നഫ്സക, നിന്റെ നഫ്സിനെ നീ പഠിപ്പിക്കരുത്. എന്ത്? ബിൽ ബഖായി ഫിഹാ, ഇവിടെ എന്നും ബാക്കിയാവുമെന്ന്. ഞാനിവിടെ എന്നും ഉണ്ടാവും ആരോഗ്യത്തോടുകൂടി, അത് പഠിപ്പിക്കേണ്ട കേട്ടോ. അതിനാ റസൂല പറഞ്ഞു കൊടുത്തത്, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ, നീ ദുനിയാവിനെ ഉപയോഗപ്പെടുത്തേണ്ടത് ഫിദ്ദുനിയ കഅന്നക ഗരീബ്, ഒരു വിദേശിയെ പോലെ. ഇവിടെ വന്നതാ ഒരു വിദേശി, മടങ്ങണം. സ്വദേശ കബറ, അങ്ങോട്ട് മടങ്ങണം. ഔ ആബിറു സബീൽ, അല്ലെ ഒരു വഴിയാത്രക്കാരൻ വഴിയിൽ നിൽക്കുമല്ലോ, പോവും. അത്രയും കാണാൻ പാടുള്ളൂ. ദുനിയാവിനെ കണ്ടമാനം സ്നേഹിക്കരുത് ഒരിക്കലും. കണ്ടമാനം സ്നേഹിച്ചാൽ നമ്മളിപ്പോൾ ചെയ്തു പിശാചിന്റെ പണി അതാ. നമ്മൾ എങ്ങനെയെങ്കിലും ദുനിയാവായിട്ട് കെട്ടിമറിയിപ്പിക്കുക, എങ്ങനെയെങ്കിലും. അതിമൊന്നും വിടാൻ വയ്ക്കൂല. അപ്പച്ചി കഷ്ടപ്പെടൂലേ, മൗലവി തരുമോ പൈസ? മക്കളെ പഠിപ്പിക്കാൻ ലക്ഷങ്ങൾ വേണ്ട, അത് ഇയാൾ തരുമോ? ഇയാൾ ഈ പറഞ്ഞ മാതിരി കേട്ടോളി. അല്ലാഹു റസൂൽ പറയാണ്, മൻ അഹബ്ബ ദുനിയാഹു, ദുനിയാവിനെ കെട്ടിപ്പുണർന്ന് സ്നേഹിച്ചാൽ അല്ലർ റബ്ബി ആഖിറത്തി, അവന്റെ ആഖിറം കഷ്ടപ്പെടും. അങ്ങനെ അല്ലർ റബ്ബി ആഖിറത്തി തീർത്താ പറയുന്നത്. വമൻ അഹബ്ബ ആഖിറത്തഹു, പരലോകത്ത് ആഗ്രഹിച്ചു, ദുനിയാവിന് വേണ്ടി ദുനിയാവ് സംഭവിച്ചു, കൂടുതൽ പ്രാധാന്യം എന്തിനു കൊടുത്തു? ആഖിറത്തിന് കൊടുത്തു. അങ്ങനെ ചെയ്താലോ അല്ലർ റബ്ബി ദുനിയാവ്, ദുനിയാവിൽ അല്പം പ്രയാസം ഉണ്ടാവും. പരലോകത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പം ദുനിയാവിൽ പ്രയാസം ഉണ്ടാവും. എന്താ കാരണം? നമുക്ക് പലിശ വാങ്ങാൻ പറ്റില്ല, പലിശ കൊടുക്കാൻ കഴിയില്ല. മനസ്സിലായോ? നമുക്ക് പലതും ഹലാലും ഹറാമും നോക്കിയേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വലിയ ഗുണം കിട്ടൂല. നേരെ മറിച്ച് ദുനിയാവ് ആഖിറത്തിന് പ്രാധാന്യം ഇല്ലാത്ത ആക്കോ ഇവിടെ തന്നെയല്ലുള്ളൂ ജീവിതം. അപ്പം അതുകൊണ്ട് അവൻ എന്തു ചെയ്യും അല്ലേ? അതുകൊണ്ട് റസൂൽ പറയാ, ഫആസിറു മാ യബ്ക അലാ മാ യഫ്ന, നശിക്കുന്ന ഈ ദുനിയാവിനേക്കാൾ ആഖിറത്തിന് പ്രാധാന്യം കൊടുത്തു. എത്ര മനോഹരമായ നിർദ്ദേശങ്ങളല്ലേ! ഇതൊന്നും ജീവിതത്തിൽ പകർത്താത്ത ആളുകൾ, പിശാചിന്റെ ചൊൽപ്പടിക്കൊത്ത് ജീവിച്ച ആളുകൾ, അവരുടെ നാളെ പരലോകത്തുള്ളൊരവസ്ഥ അതുകൂടി ഒന്ന് കേട്ടോളി. എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഈ പിശാചിന്റെ ചൊൽപ്പടിക്കൊത്ത് ദുനിയാവിനെ ഉപയോഗപ്പെടുത്തിയ ആളുകളുണ്ട്. അവർ നാളെ പരലോകത്തെത്തുമ്പോൾ പിശാചിന്റെ ഒരു വല്ലാത്തൊരു ഡിബേറ്റ് ഉണ്ട്. എന്താ അറിയോ? വക്കാല ശൈത്താൻ, പിശാച് പറയും, ലമ്മാ കുലിയല്ലം, പരലോകത്ത് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമ്പോൾ, നരകത്തിന്റെ തീരുമാനം വിധി പ്രസ്താവിക്കപ്പെടുമ്പോൾ പിശാച് പറയും എന്ത്? നമ്മളോട്, മനുഷ്യന്മാരോട്, ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്, അള്ളാഹു ചെയ്ത വാഗ്ദത്വം സത്യമായിരുന്നു. പരലോകമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, ഇതൊക്കെ അള്ളാന്റെ വാഗ്ദത്വം, അതൊക്കെ സത്യമാണ്. എന്നാലോ വാഴ്ത്തക്കും, ഞാൻ നിങ്ങളോട് ഒരുപാട് വാഗ്ദത്വം ചെയ്തു. അത് പിശാച്. എന്താ? സുഖിക്കുക, ആനന്ദിക്കുക, ആഹ്ലാദിക്കുക, നമുക്ക് അവിടെ പോകാം, നമുക്ക് ഇവിടെ പോകാം, അവിടെ ആ പെണ്ണ് വയ്യേൽപ്പിക്കുക, ഈ പെണ്ണ് വയ്യേൽപ്പിക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ തന്നു. എന്താ ബാട്ടെ ബ്യൂട്ടി അല്ലേ? അങ്ങനെയൊക്കെ വയ്യേൽപ്പിച്ചു. അതാണ് വാഴ്ത്തക്കും, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു. എന്നിട്ടോ ഫഅഖ്ലഫ്തുക്കും, ഞാൻ ലംഘിച്ചു. ഞാൻ ചെയ്ത വാഗ്ദത്വമൊക്കെ ലംഘിച്ചു. അള്ളാഹുവിൻ്റെത് വാഗ്ദത്വം സമ്പൂർണ്ണമായി. എന്നിട്ട് പറയാ, അപ്പം പിശാച് പറയാണ് നമ്മളോട്, മാക്കാന അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്തിടാനുള്ള അധികാരം എനിക്കിപ്പം ഇല്ലട്ടോ. ഒയ്യ പിശാച് ഇവിടുന്ന് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കും പിശാച് എവിടെയുള്ളതെന്ന്. പിശാചിനെ പറ്റി അല്ലെന്താ പറഞ്ഞോ? നിങ്ങൾക്ക് പിശാചിനെ കാണാൻ കഴിയില്ല, പക്ഷെ അവൻ നിങ്ങളെ കാണും. അവനും അവന്റെ കബീലും, അവനും അവന്റെ കൂട്ടാളികളും നമ്മളെ കാണും, പക്ഷെ നമുക്ക് തിരിച്ചു കാണാൻ കഴിയില്ല. അങ്ങനെ അവന്റെ പണി കേട്ടോ. അപ്പോ അവൻ പറയുന്നെന്താ? ഇല്ല അൻ ദഅവ്തുക്കും, ഞാൻ നിങ്ങളെ വിളിച്ചു, കള്ളുടിക്കാൻ വിളിച്ചു, നിങ്ങൾ വന്നു. ഞാൻ വ്യഭിചരിക്കാൻ വിളിച്ചു, നിങ്ങൾ വന്നു. ഞാൻ ബാങ്കിൽ പലിശയായിട്ട് ബന്ധപ്പെടാൻ ഞാൻ വിളിച്ചു, നിങ്ങൾ വന്നു. അങ്ങനെ എല്ലാ തമ്മാടിത്തത്തിനും നിങ്ങൾ വന്നു. ആർഭാടമായിട്ടുള്ള ആഹ്ലാദത്തോടുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ ഞാൻ പറഞ്ഞു. ആകെ എനിക്കൊരു മോളാണുള്ളത്, ആ കല്യാണം കൂടി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. അങ്ങനെ പിശാച് പറയാം. അതുകൊണ്ട് എന്ത് വേണം? നല്ലോണം പണം ദൂർത്തടിക്കണം. എന്നൊരു പിശാചിന്റെ കൂട്ടുകാരനാണ് അല്ലേ? നിങ്ങൾ നോക്കേണ്ടി മുസ്ലിങ്ങളെ കല്യാണം, ലോകത്ത് ഏറ്റവും കൂടുതൽ ദുർവ്യം വിവാഹത്തിന് നടത്തുന്ന ആരാ? മുസ്ലിങ്ങളാണ് അല്ലേ? ഈ ഖുതുബയും ക്ലാസും മദ്രസയും ക്യാമ്പും സമ്മേളനത്തിനൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ്
എന്ത് ചെയ്യുന്നത്? എല്ലാ തോന്നിയാസം ചെയ്യുന്നത് ഇല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ നന്നായില്ല. പിശാച് ശിർക്ക് കിട്ടിയില്ല, ഒഴിവാക്കി. ബിദഅത്ത് സുന്നത്ത് കിട്ടിയില്ല, ഒഴിവാക്കി. അപ്പൊ ഹറാമിലേക്ക് കടക്കുകയും അങ്ങനെ നിങ്ങളെ കൊണ്ട് ഹറാമ് ചെയ്യിപ്പി. എന്നിട്ടോ എന്താ പറയാറിയോ? ഞാൻ നിങ്ങളെ വിളിച്ചു എല്ലാ ഹറാമിലേക്കും, എല്ലാ തിന്മകളിലേക്കും. ഇല്ലാൻ ദഅവ്തുക്കും ഫസ്തജബ്തും ലി, എന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം തന്നു. നിങ്ങൾ എന്റെ പിന്നാലെ കൂടി. അതുകൊണ്ട് ഫലാ തെലൂമുനി, ഞാനാണ് നിങ്ങളെ വഴിയേൽപ്പിച്ചതുകൊണ്ട് എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട. ലൂമു അംഫുസക്കും, സ്വന്തത്തെ കുറ്റപ്പെടുത്തിക്കോളി. നിങ്ങളാ കാരണം, നശിക്കാൻ കാരണം നിങ്ങളാ. എവിടുന്ന അത് പറയുന്നത്? പരലോകത്തിന്. ഒന്ന് ചിന്തിച്ചാൽ കേട്ടോ. ലൂമു അംഫുസക്കും. ഒരു മൂപ്പര് പറയാം പിശാചെ, മാ നബി മുസേഹിക്കും ഒമാ അൻതും ബി മുസഹരിയ, ഞാൻ നിങ്ങളെയോ നിങ്ങൾ എന്നെയോ ഇവിടെ വെച്ച് സഹായിക്കാൻ കഴിയില്ല. നിങ്ങളെ വയ്യേൽപ്പിച്ചത് ഞാനാണ്. ഞാൻ പറഞ്ഞു, വാഗ്ദാനം ചെയ്തു, നിങ്ങൾ എൻ്റെ കൂടെ വന്നു. പക്ഷെ ഇനി നിങ്ങളെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ പറയാം ഇന്നല്ലാലിമീന ലഹും അദാബുൻ അലീം, പിശാചിന്റെ ഈ ദുർബോധത്തിലൊത്ത് ജീവിച്ച അക്രമികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് വേദനാജനകമായ ശിക്ഷയാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. പിശാചിന്റെ ചൊൽപ്പടിക്കൊത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തികളും റബ്ബിലേക്ക് തിരിച്ചു നടക്കാൻ ഒരു തീരുമാനമെടുക്കുക. അങ്ങനെ അവസാനം വരെ, ജീവിതത്തിന്റെ അവസാന മുഹൂർത്തം വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാനും മരിക്കാനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നനഞ്ഞ ദിക്റ് കൊണ്ട് നനഞ്ഞ നാവുകളായി തീരാൻ, അള്ളാഹുവിന്റെ ദാസന്മാരായി ജീവിക്കുവാൻ ഒരു തീരുമാനമെടുക്കുക. അത് റബ്ബിനോട് വാഗ്ദത്തം ചെയ്യുക. ആ വാഗ്ദത്തം പൂർത്തീകരിച്ച് ഈമാനോടുകൂടി യാത്ര പറയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുറാഹിമിനായ റബ്ബ് നമുക്കെല്ലാം പുറത്ത് മാപ്പായി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമ്മളുടെ പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കോടതിയിലേക്കുള്ള യാത്ര, സ്വർഗത്തെക്കുറിച്ച് സന്തോഷവാർത്ത അറിഞ്ഞുകൊണ്ട് യാത്ര പോകാൻ അള്ളാഹു തുണക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع الدعاء وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.